ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ല. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആ സ്വപ്നത്തെ കാണാൻ കഴിയണം. ലോകത്തിൽ 2 തരം സ്നേഹമേ ഉള്ളൂ: ആത്മാർത്ഥ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോയവരായിരിക്കും നമ്മളിൽ ഏറെപ്പേരും. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത സ്നേഹമോ പരിഗണനയോ ബഹുമാനമോ ആദരവോ അയാളുടെ മരണശേഷം കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രഹസനം എന്നേ പറയാൻ പറ്റൂ. എല്ലാവരുടെയും കഴിവുകൾ ഒരുപോലെയാകണമെന്നില്ല, എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാനുള്ള അവസരം ഒരുപോലെയാണ്. നമ്മുടെ സത്യസന്ധമായ അധ്വാനമാണ് നമ്മെ നയിക്കുന്ന വഴികാട്ടി. നാം കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അഭിവൃദ്ധി പ്രാപിക്കാം. ജീവിതം ഇരുട്ടിൽ അകപ്പെടുമ്പോഴാണ് ആത്മാർത്ഥമായ സ്നേഹത്തെയും പൊള്ളയായ സ്നേഹത്തെയും ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുക. തിരിച്ചു പിടിക്കണം എന്ന് നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും കാലം തിരിച്ചു തരാത്ത 4 കാര്യങ്ങളാണ് സമയം, വാക്ക്, ജീവിതം, അവസരം എന്നിവ. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തികളായി അവസാനിക്കുന്നു. അതിനാൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക. നിങ്ങളുടെ ഭാവനയെ വേണ്ട രീതിയിൽ ഒരു നിക്ഷേപമാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പല വിജയങ്ങളും നിങ്ങൾക്ക് നേടാനാകും. 50 പേരെ സ്നേഹിക്കുന്നവന് 50 തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുവനെയും സ്നേഹിക്കാത്തവന് ഒരു പ്രശ്നം പോലും ഉണ്ടാകില്ല. ഒരു അമ്മയുടെ സ്നേഹത്തെ ലോകത്തിലെ മറ്റൊന്നിനോടും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. പകരം വെക്കാൻ കഴിയാത്ത സ്നേഹം, അത് അമ്മയുടേത് മാത്രം. ഒരാളുടെ പുറംഭംഗി കണ്ട് മോഹിക്കുന്നതിനേക്കാൾ നല്ലത് അയാളുടെ അകംഭംഗി മനസ്സിലാക്കി സ്നേഹിക്കുന്നതാണ്. നാം ഇന്നത്തേക്ക് കുറച്ചു ത്യാഗങ്ങൾ സഹിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു നാളെയെ നൽകാനാവൂ. ഒരു വ്യക്തിയുടെ സ്വഭാവം, കഴിവ്, ഭാവി എന്നിവ രൂപപ്പെടുത്തുന്ന വളരെ മാന്യമായ ഒരു തൊഴിലാണ് അധ്യാപനം. സൗമ്യമായ സംസാരവും പെരുമാറ്റവും അതിനോടൊപ്പം തന്നെ സെക്സിനോട് വളരെ താല്പര്യവും കാണിക്കുന്ന പങ്കാളിയെയാണ് കൂടുതൽ പുരുഷന്മാരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. സ്നേഹം നടിക്കുന്നവർ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മിൽ നിന്നും അകലാൻ ശ്രമിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ എന്നും നമ്മെ കൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സഹനശക്തി നിങ്ങളുടെ വിജയത്തിൻ്റെ കാതൽ ആകുന്നു. യഥാർത്ഥ സൗന്ദര്യം ഉളവാകുന്നത് മനസ്സിൽ നിന്നാണ്, മുഖത്തു നിന്നല്ല. നിങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി ഒരിക്കലും ഒരു അളവിനപ്പുറം കരയുകയോ കാത്തിരിക്കുകയോ ചെയ്യരുത്. സ്നേഹം അഭിനയിക്കുന്നവർക്ക് മടുപ്പ് കൂടി വരും, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് മതിപ്പും. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് യഥാർത്ഥ നേതാവ്. നിങ്ങളുടെ ജീവിതത്തിൽ പവിത്രതയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലും തുടരും. മനുഷ്യന് വികാരമുണ്ടെന്ന് കരുതി വിദ്യയുണ്ടാകണമെന്നില്ല, വിദ്യയുണ്ടെന്ന് കരുതി വിവരമുണ്ടാകണമെന്നില്ല, വിവരമുണ്ടെന്ന് കരുതി വിവേകമുണ്ടാകണമെന്നില്ല. വിവേകം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ.
ജീവിതം ഇരുട്ടിൽ അകപ്പെടുമ്പോൾ അറിയാം ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ. മടിയന്മാരുടെ പ്രവൃത്തി ദിവസവും മൂഢന്മാരുടെ പ്രവൃത്തി ദിവസവും എന്നും നാളെയായിരിക്കും. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ മറികടക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ഈ തിരിച്ചറിവുണ്ടായാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. സ്വന്തം താൽപ്പര്യങ്ങൾക്കൊപ്പം തൻ്റെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക. സ്നേഹം അഭിനയിക്കുന്നവർ പലയിടത്തും വിജയിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം. താൻ കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സങ്കടകരമായ നിമിഷങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളുമുണ്ട്. അത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ആണെങ്കിൽ പോലും. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരാൾക്ക് ഒരാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതോടുകൂടി ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു. ഇന്നത്തേതിനേക്കാൾ നല്ല ദിനങ്ങളായിരിക്കും തനിക്ക് നാളെ വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിന് വിപരീതമായി ചിന്തിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു പഴം സ്വയം പഴുക്കുമ്പോഴാണ് അതിന് മധുരമേറുക, അതല്ലാതെ പഴുപ്പിച്ചെടുക്കുമ്പോഴല്ല. അതുപോലെയാണ് സ്നേഹവും. മനസ്സറിഞ്ഞു നേടുമ്പോഴാണ് അതിന് മധുരമേറുക, പിടിച്ചു വാങ്ങുമ്പോഴല്ല. ഒരു നുണ കൊണ്ട് താൽക്കാലികമായി ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദം സത്യത്താൽ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. എല്ലാവരോടും നാം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറിയാൽ മറ്റുള്ളവരും നമ്മോട് നല്ല പെരുമാറ്റം കാണിക്കും. ഓരോ നഷ്ടവും നമുക്ക് ഓരോ തിരിച്ചറിവുകൾ നൽകുന്നു. പുതിയ അനുഭവങ്ങൾ, പുതിയ പാഠങ്ങൾ. സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് അവരുടെ ശാസനയേക്കാൾ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തകർന്നു പോകരുത്. അത് നിങ്ങളെ കൂടുതൽ നിർജീവമാക്കും. മിക്കവാറും ഒരു കവിതയുടെ ജനനം ഒന്നുകിൽ ഉയർന്ന സന്തോഷത്തിൽ നിന്നോ അല്ലെങ്കിൽ അഗാധമായ ദുഃഖത്തിൽ നിന്നോ ആയിരിക്കും. ഒരാൾക്ക് ഒരു വാക്കു കൊടുത്താൽ അത് പാലിക്കുവാൻ ശ്രമിക്കുക. കാരണം വിശ്വാസം നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം പറഞ്ഞ വാക്ക് പാലിക്കുക എന്നതാണ്. എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവൻ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തവൻ ആകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ സാധിക്കുകയില്ല, പക്ഷേ നിങ്ങളുടെ ശീലങ്ങളെ മാറ്റാൻ സാധിക്കും. തീർച്ചയായും ആ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കും. വിജയിക്കാനുള്ള തീരുമാനത്തിന് വേണ്ടത്ര ശക്തിയുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും അതിനെ മറികടക്കുകയില്ല. വീഴ്ചകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരിക്കലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്. സ്വപ്നങ്ങൾ ഉള്ളവർക്കു മാത്രമേ ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രയത്നിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ പങ്കാളിത്തമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരാജയപ്പെടാനും കഴിയില്ല.
നഷ്ടപ്പെടാൻ യാതൊന്നും തന്നെ ഇല്ലാത്തവനെ നേടാൻ എന്തുണ്ട് എന്ന് മാത്രം ആലോചിച്ച് മുന്നോട്ട് കുതിച്ചാൽ മതിയാകും. നമ്മൾ സ്വപ്നം കാണുന്ന സ്വപ്നങ്ങൾ നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. ഈ ചിന്തകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണേണ്ടതും. ഒരു സ്ത്രീയെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുന്ന പുരുഷന് മാത്രമേ സ്വന്തം ഇഷ്ടപ്രകാരം ആ സ്ത്രീയുടെ കാൽപാദങ്ങളിൽ ചുംബിക്കാൻ കഴിയൂ. കാരണം പാദങ്ങളിൽ ചുംബിക്കുന്നത് മോശമാണെന്ന് കരുതുന്നവരാണ് കൂടുതൽ പുരുഷന്മാരും. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. നിങ്ങളുടെ ഉറക്കം കളയുന്നതെന്താണോ അതാണ് യഥാർത്ഥ സ്വപ്നം. ഒരു സ്വപ്നം യാഥാർത്ഥ്യമായാൽ അതിൻ്റെ ലഹരി നഷ്ടപ്പെടുന്നു. പുറംഭംഗി മാത്രം നോക്കി ഒന്നിനെയും സ്നേഹിക്കാതിരിക്കുക.